നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, ഒടുവിൽ നെയ്മർ ആരാധകർ കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുന്നു. കാർലോ ആഞ്ചലോട്ടിയുടെ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഇടം പിടിച്ചിരിക്കുന്നു. പ്രിലിമിനറി സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഇടം പിടിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവിടുന്നത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയാണ്. ബ്രസീലിൻ്റെ അടുത്ത മത്സരങ്ങൾ അത് സെപ്റ്റംബർ 5 പുലർച്ചെ ചിലിക്കെതിരെയും സെപ്റ്റംബർ 10 പുലർച്ചെ 5 മണിക്ക് ബൊളീവിയക്കെതിരെയുമാണ്. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ, അതായത് ഓഗസ്റ്റ് 17 ഫിഫക്ക് ഈ മത്സരങ്ങൾക്കുള്ള പ്രാഥമിക ടീം ലിസ്റ്റ് കൊടുക്കേണ്ടത്. ആ പ്രാഥമിക ടീം ലിസ്റ്റിൽ, പ്രിലിമിനറി ടീം ലിസ്റ്റിൽ നെയ്മർ ജൂനിയർ ഇടം പിടിച്ചിരിക്കുന്നു എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫൈനൽ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നത് ഓഗസ്റ്റ് 26 അപ്പോഴാണ് നമുക്കത് പബ്ലിക്കലി അവൈലബിൾ ആവുകയുള്ളൂ. അന്ന് നെയ്മർ ജൂനിയർ ഇടം പിടിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും മടങ്ങി വരവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ ഇപ്പോൾ പ്രിലിമിനറി സ്ക്വാഡിൽ അദ്ദേഹം ഇടം പിടിച്ചിരിക്കുന്നു. നമുക്കറിയാം, ബ്രസീലിന് വേണ്ടി അദ്ദേഹം ഒടുവിൽ കളിച്ചത് 2023 ഒക്ടോബറിലാണ്. ഏതാണ്ട് 2 വർഷക്കാലത്തോളമാകുന്നു അദ്ദേഹം ബ്രസീലിനായിട്ട് ഒടുവിൽ ബൂട്ട് കെട്ടിയിട്ട്. അന്ന് കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം തന്നെയായിരുന്നു. ഉറുഗ്വായ്ക്കെതിരെയുള്ള കളിയായിരുന്നു. ആ മത്സരത്തിനിടക്കാണ് അദ്ദേഹത്തിന് ACL ഇഞ്ചുറി പിടിപെട്ട് പുറത്തേക്ക് പോവേണ്ടി വന്നത്. പിന്നീട് ഒരിക്കലും അദ്ദേഹം ബ്രസീൽ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല. ഇതുപോലെ പ്രിലിമിനറി ലിസ്റ്റിൽ ഇതിനു മുമ്പ് അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് കഴിഞ്ഞ മാർച്ചിലെ കോളപ്പിലായിരുന്നു. ഡൊറിവാൾ ജൂനിയർ കോച്ചായിരുന്ന സമയം. ആ സമയത്ത് അദ്ദേഹത്തെ ആ ഒരു പ്രിലിമിനറി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ഫൈനൽ ലിസ്റ്റ് വരുമ്പോഴേക്കും അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തു പോവേണ്ടി വന്നു. ഇവിടെ പക്ഷേ അത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ, അതാണിപ്പോൾ പറയാൻ കഴിയുക. എന്തായാലും ഇനിയും മത്സരങ്ങൾ നെയ്മറുടെ സാൻഡോസിന് കളിക്കാനുമുണ്ട്. പരിക്ക് മാറി നിന്നാൽ ഉറപ്പായിട്ടും ഫൈനൽ ലിസ്റ്റിൽ നെയ്മർ ഉണ്ടാകും. കാരണം ഇപ്പോൾ തുടർച്ചയായിട്ട് അദ്ദേഹം കളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും അലട്ടുന്നുമില്ല. കൃത്യമായിട്ട് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളതുമാണ്. നെയ്മർ ജൂനിയർ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മടങ്ങി വന്നാൽ മറ്റ് സംശയങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിന് ദേശീയ ടീമിലൂടെ ഇടമുണ്ടാകുമെന്ന്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതാ നെയ്മറുടെ മടങ്ങിവരവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സംഭവിച്ചിരിക്കുന്നു. ആഞ്ചലോട്ടിയുടെ പ്രിലിമിനറി ലിസ്റ്റിൽ നെയ്മർ ജൂനിയർ ഇടം പിടിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.